ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു 3 ഫേസ്, അതായത് വീടിൻ്റെ വയറിങ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് 3 ഫേസ് മീറ്റർ ബോക്സും 3 ഫേസ് DB നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ 3 ഫേസ് മീറ്റർ ബോക്സിൽ എങ്ങനെയാണ് അതിൻ്റെ മെയിനായിട്ട് കണക്ഷൻസ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ 3 ഫേസ് കണക്ഷൻ ഉദ്ദേശിച്ചത് ഈ 3 ഫേസ്, അതായത് 3 ഫേസും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. അപ്പോൾ 3 ഫേസ് ന്യൂട്രൽ കൂടി കണക്ഷൻ വരുന്ന 3 ഫേസ് കണക്ഷൻ നമ്മുടെ വീടുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മീറ്റർ ബോക്സ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി സെപ്പറേറ്റ് ഓരോ ഫേസിനും നമ്മൾ ഓരോ ഫ്യൂസ് യൂണിറ്റും ഒരു ന്യൂട്രൽ ലിങ്കുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഫ്യൂസ് യൂണിറ്റും നമ്മൾ കൊടുത്തിരിക്കുന്നത് RYB എന്ന് പറയുന്ന 3 ഫേസും ബ്ലാക്ക് എന്ന് പറയുന്ന ന്യൂട്രലായിട്ടാണ് വരുന്നത്. അപ്പോൾ 32 ആംസ് 415 വോൾട്ടിൻ്റെ ഓരോ ഫ്യൂസ് യൂണിറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ 63 ആംസിൻ്റെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂട്രൽ ലിങ്ക് കൂടി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വേണമെങ്കിൽ കുറച്ചുകൂടി താഴ്ത്തി വയ്ക്കുക, ആംബിയർ കുറച്ച് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു 63ൻ്റെയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ 63 ആംസിൻ്റെയാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആംബിയർ കൂട്ടുന്നതനുസരിച്ചിട്ട് ന്യൂട്രൽ ലിങ്ക് അതിനനുസരിച്ചിട്ട് ആംബിയർ കൂട്ടിക്കൊണ്ടുവരണം. എന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്യൂസ് യൂണിറ്റ് 6 എന്ന് പറയുന്ന ഫ്യൂസ്, അതായത് ഫേസ് 6 എന്ന് പറയുന്ന ഫേസ്, അതിൻ്റെ 6 എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വയറ് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. അത് ചുവപ്പ്, യെല്ലോ, RYB എന്ന് പറയുന്നത് യെല്ലോ, മഞ്ഞ വയറാണ്, ബ്ലൂ എന്ന് പറയുന്നത് നീല വയർ. അങ്ങനെ 3 ഫേസിൻ്റെ കണക്ഷൻസാണ് RYB എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് 3 സെപ്പറേറ്റ് ഓരോ ഫ്യൂസ് യൂണിറ്റും ന്യൂട്രലിന് സെപ്പറേറ്റ് ഒരു ന്യൂട്രൽ ലിങ്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നേരെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഇന്നാണ് വരുന്നത്. ഇന്നെന്ന് ഉദ്ദേശിച്ച KCBയിൽ നിന്ന് വരുന്ന ലൈൻ, അതായത് KCBയുടെ പോസ്റ്റിൽ നിന്നും ട്രാൻസ്ഫോമറിൽ നിന്നും നേരെ പോസ്റ്റ് വഴി നമുക്ക് നേരെ വരുന്നത് നമ്മുടെ മീറ്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ മീറ്റർ വയ്ക്കാനുള്ള ഗ്യാപ്പാണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. ആ മീറ്ററിലേക്കാണ് ഏറ്റവും ആദ്യം KCBയുടെ വയറുകൾ 3 ഫേസും ന്യൂട്രലും വന്ന് കയറുന്നത്. അതിൽ നിന്ന് മീറ്ററിൻ്റെ ഔട്ടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ്, അതായത് സിംഗിൾ ഫേസ് ഇപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ഔട്ട് 3 ഫേസ് ഔട്ട് ന്യൂട്രലും കൂടിയിട്ട് KCBയുടെ അല്ലെങ്കിൽ മീറ്ററിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്യും. ആ ഔട്ടിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഈ പറയുന്ന 3 ഫ്യൂസ് യൂണിറ്റിലേക്കും ന്യൂട്രൽ ലിങ്കുകളിലേക്കുമാണ് കണക്ട് ചെയ്ത് വരുന്നത്. അതിൽ നിന്നും ഫ്യൂസ് യൂണിറ്റിൻ്റെ ഔട്ടാണ് നമ്മൾ ഈ പറയുന്ന നേരെ നമ്മുടെ DBയിലേക്ക് പോകുന്നത്. ഇതാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കണക്ഷൻസ്. അപ്പോൾ DBയിലേക്ക് പോകുന്നതിന് മുന്നേ വരുന്ന സെക്ഷനാണ് ഇവിടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് വേണമെങ്കിൽ ഒരു ഐസൊലേറ്റർ കൂടി കൊടുക്കാം. ഒരു 4 പോൾ ഐസൊലേറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫ്യൂസ് യൂണിറ്റിൻ്റെ തൊട്ട് മുകളിൽ കണ്ടോ ഒരു ബാർ കാണാൻ സാധിക്കും. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഐസൊലേറ്റർ കൊടുക്കാം. തൊട്ടിപ്പുറത്താണ് നമ്മുടെ മീറ്ററും കൂടി വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന കണക്ഷൻസ്. അപ്പോൾ RYB എന്ന് പറയുന്ന 3 ഫേസും ന്യൂട്രലും കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് കണക്ഷൻസ് വന്നു. അതിൽ നിന്നും മീറ്ററിലേക്ക് കണക്ഷൻ KCBയിൽ മീറ്റർ വന്നു. അതിൽ നിന്ന് നേരെ വരുന്ന ഫ്യൂസ് യൂണിറ്റിൽ നിന്ന് നേരെ നമ്മുടെ വീടിൻ്റെ DBയിലേക്കാണ് പോകുന്നത്. പിന്നെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂട്രലിൽ നിന്ന് എർത്ത് ചെയ്തിരിക്കുന്നതാണ്. 2 1 ഇഞ്ച് പൈപ്പ് നേരെ മീറ്റർ ബോക്സിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ട് എർത്ത് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അത് 2 എർത്താണ്. അതായത് നമ്മുടെ DBയിൽ നിന്നും വീടിൻ്റെ എല്ലാ സർക്യൂട്ടിൽ നിന്ന് വരുന്ന എർത്ത് സെക്ഷൻ, പച്ച വയർ കൊടുത്തിരിക്കും, ആ സെക്ഷൻ എല്ലാം കൂടി കണക്ട് ചെയ്തതിന് ശേഷം നേരെ DBയിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ മീറ്റർ ബോക്സിലേക്കാണ് വരുന്നത്. അതായത് 3 ഫേസും ന്യൂട്രലും വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ DBയുടെ കൂടെ തന്നെ 2 എർത്ത് കൂടി നമ്മൾ വലിച്ചിട്ടുണ്ട്. 3 ഫേസ് ആയതുകൊണ്ട് 2 എർത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വന്നിരിക്കുന്നു. അത് നേരെ കൊണ്ടുവന്ന് ഈ എർത്ത് കോപ്പറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കോപ്പർ നമ്മൾ താഴെ മണ്ണിൽ അതിൻ്റെ കോമ്പൗണ്ടും അതിൻ്റെ എർത്ത് റോഡും കോരി കറക്റ്റ് ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ആ എർത്ത് നമ്മുടെ DBയിൽ നിന്ന് വീടുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് എർത്ത് കാര്യങ്ങളെല്ലാം നമ്മുടെ മണ്ണിലേക്ക് നേരെ എർത്തായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമ്മുടെ മീറ്റർ ബോക്സിൽ വരുന്ന മെയിനായിട്ട് വരുന്ന കണക്ഷൻസ്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുകൂടാതെ ലൈക്കും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.